ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് എട്ടാമത്തെ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എട്ടാമത്തെ ചാപ്റ്റർ എന്താണ്? സീനായ് ഉടമ്പടി. മോശയ്ക്ക് സീനായ് മലമുകളിൽ വെച്ചിട്ട് പിതാവായ ദൈവം നൽകിയ 10 പ്രമാണങ്ങളെക്കുറിച്ച് ആ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ എട്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമ്മൾ ഇസ്രായേൽക്കാരുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമായിരുന്നു അല്ലേ? നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ കാനാൻ ദേശത്തേക്ക് പോകുന്ന യാത്രയിലാണ്. ആ യാത്രാമധ്യേ സീനായ് മലമുകളിൽ വെച്ചിട്ട് ദൈവം തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഇസ്രായേൽ ജനത്തിന് നൽകുന്ന 10 പ്രമാണങ്ങളുണ്ട്. ആ ഭാഗമാണ് നമ്മൾ ഈ എട്ടാമത്തെ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ചോദ്യോത്തരങ്ങളിലൂടെ നമുക്ക് പോവാം കേട്ടോ. കർത്താവിൻ്റെ ഉടമ്പടി പാലിക്കുന്നവർക്ക് അവിടുന്ന് നൽകിയ വാഗ്ദാനം എന്തായിരുന്നു? ദൈവം കൽപ്പനകൾ നൽകിയപ്പം അതിനോടൊപ്പം ആ ഉടമ്പടി പാലിക്കുന്നവർക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു. അതെന്താണെന്ന് നോക്കാം. പേജ് 56 ബ്ലൂ കളറിലുണ്ട്. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ എന്താ സംഭവിക്കുക? നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. ഇതിൽ പറയാൻ എന്ത് വേണമല്ലേ? ദൈവം പറയുന്നത് എന്താണ്? എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവനും എൻ്റേതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ഇതാണ് ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ വാഗ്ദാനം. രണ്ടാമത്തെ ചോദ്യം, ദൈവം മോശയ്ക്ക് കൽപ്പനകൾ നൽകിയത് എവിടെ വെച്ച്? അതിപ്പോൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അല്ലേ? പേജ് നമ്പർ 61 കേട്ടോ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ദൈവം മോശയ്ക്ക് കൽപ്പനകൾ നൽകിയത് എവിടെ വെച്ച്? എവിടെ വെച്ചാണ്? സീനായ് മലമുകളിൽ വെച്ച്. അറിയാലോ, എല്ലാവർക്കും അറിയാലോ ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദൈവം നൽകിയ 10 പ്രമാണങ്ങളുടെ ഉള്ളടക്കം എന്തായിരുന്നു? ഇച്ചിരി വലിയ ക്വസ്റ്റ്യനാണ് കേട്ടോ. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പേജ് നമ്പർ 57 അത് തുടങ്ങുന്നത്. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക. അങ്ങനെ ആ പാരഗ്രാഫ് മുഴുവനും. മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത്. അതുവരെ നമുക്കിതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടതാണ് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കാവോ? പേജ് നമ്പർ 58 ഒന്നുകൂടി ഞാൻ വായിക്കാം കുറച്ചൊക്കെ. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരായി വ്യാജ സാക്ഷ്യം നൽകരുത്, അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത്, അയൽക്കാരൻ്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത്. ഇത്രയാണ് ആ കൽപ്പനകളുടെ ഉള്ളടക്കമായിട്ട് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ